ചേച്ചി ചേച്ചി എന്താടാ? ഞങ്ങൾക്ക് കൂടെ പോയാലോ? എങ്ങട്? ആൽവിനെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ. നിനക്ക് ഇത്രയും ദിവസമല്ലാത്ത പ്രാന്താണല്ലേ അപ്പോ? ഇത്രയും ദിവസം ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ മനസ്സ് മാറ്റി. എനിക്കിപ്പോ അവനെ ശരിക്കും ഇഷ്ടം. ആ അമ്മേ, പല്ലിളക്കി തോന്നണേ. എന്തിനാണ് എന്നെ അടിച്ചേ? ഇതെന്നല്ലേടാ ഇന്ന് രാവിലെ അവനും പച്ചമലയാളത്തെ പറഞ്ഞു തന്നത്. അപ്പൊ നിന്റെ ചെവിയിൽ എന്തായിരുന്നു? പൂച്ച വിട്ടടക്കായിരുന്നു. പൊട്ടി പറയിപ്പിക്കരുതിനോട്. എന്നിട്ട് ഇപ്പൊ അവൻ എനിക്കാണിപ്പോ ശരിക്കും ഇഷ്ടം. ചെപ്പടിച്ചു കൂട്ടി ഞാനും മിണ്ടിപ്പോടുന്നു. ഓക്കെ സോറി, തെറ്റു പറ്റിപ്പോയി. പിന്നെ ആര്യ ചേച്ചി ഇടയ്ക്ക് എപ്പോഴും പറഞ്ഞില്ലായിരുന്നു നിനക്ക് വേണ്ടി നിർത്തിവെച്ചു, ഇപ്പോ നീ പോയപ്പോ നിനക്ക് വേണ്ടി റീസ്റ്റാർട്ട് ചെയ്യുന്നു. അതെന്തായിരിക്കും? ആ എങ്ങനെ എനിക്കറിയാം? ചേച്ചി അല്ലായിരുന്നു ആൽവിന്റെ ബെസ്റ്റി. എടാ അതൊക്കെ ഓക്കെയാണ്, ഞാൻ അവന്റെ ബെസ്റ്റ് തന്നെ ഇപ്പോഴും. പക്ഷെ ആ മലേഷ്യയിൽ പോയി കഴിഞ്ഞുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. മലേഷ്യയിൽ പോയി വന്നാലെയാണ് അവന് സ്വഭാവത്തിൽ എത്രയും ഡിഫറൻസ് ഞാൻ കാണുന്നത്. അപ്പോ ആൽവിന് മലേഷ്യ വെച്ച് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതിപ്പോ എന്തായിരിക്കും? ചേച്ചി, നമുക്ക് നാളെ ആൽവിന്റെ ഓഫീസിൽ പോയി ആൽവിനെ പറ്റി ഒന്ന് തിരക്കിയാലോ? നാളെ നിന്റെ മറ്റോ പോവോ എന്റെ ഓഫീസിലേക്ക്? ലീവ് എടുക്കണം. പിന്നെ എനിക്ക് എന്റെ അടുത്ത പൈസ കളയാൻ വയ്യ. നിന്റെ പൈസ കിട്ടിയിട്ട് വേണമല്ലോ ഇവിടുത്തെ തിന്നാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ. ഇവിടുത്തെ തിന്നാനുള്ള സാധനങ്ങൾ വാങ്ങണ്ട, ഇക്ക് തിന്നാനുള്ള സാധനങ്ങളേക്ക് വാങ്ങാലോ. എന്താ ഇവിടെ അമ്മ? എന്താ എന്നോടാണ് ചോദിക്കണേ? എടാ നിന്റെ ഒക്കെ കച്ചറ കാരണം എനിക്ക് താഴത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിക്കണ്. രാവിലെയോ ഒരു സ്വൈര്യം തന്നില്ല, ഞാൻ രാത്രി കുറച്ച് ഞാൻ കടക്കായി അടിച്ചിട്ടുമ്പോ അതും സമ്മതിക്കുന്നില്ല. ഈശ്വരാ, ഇങ്ങനെ രണ്ട് വാഴകള്. അല്ല ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, നിനക്കൊന്നും രാത്രി ഉറക്കൂല്ലേ? അതമ്മ, ഞാൻ മോതിരയ്ക്കാൻ വേണ്ടി എണീറ്റതാ. അതടാ നിന്റെ റൂമില് ബാത്റൂമില്ലേ, ഇവളുടെ ബാത്റൂമില്ലേ നിനക്ക് ദഹിക്കൂ? അങ്ങനെ ചോദിക്കാമ്മ. അല്ല നീ എന്തിനാ പണിക്കടെ? ഇവൻ എന്റെ ബാത്റൂമിലേക്ക് വന്നോണ്ട് നീ എന്റെ ബാത്റൂമിലാണ് കിടന്നുറങ്ങണേ? അല്ല പിന്നെ നീ എന്ത് തേക്ക് എണീറ്റേ? അതിവന്റെ റൂമിൽ കയറിയപ്പോ ആ സൗണ്ടോടെ എണീറ്റ് പോയി. ഓക്കെ, എന്നിട്ട് നീ നിന്റെ ടാങ്ക് തുറന്ന് വിട്ടായിരുന്നോ? അതൊക്കെ എപ്പോഴേ വിട്ട് കഴിഞ്ഞു. എന്നാ രണ്ടുപേരും കിടന്നുറങ്ങാൻ നോക്കിച്ചില്ലേ? പോ. അല്ല അമ്മ പോയി കിടന്നുറങ്ങിക്കോ, ഞങ്ങൾ ഇവിടെ കുറച്ച് ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിക്കോളാം. എന്ത് ഡിസ്കഷൻ? ഒരു ഡിസ്കഷനും വേണ്ട. ഇന്നത്തെ രാത്രിയോട് ലോകം അവസാനിക്കൊന്നുമില്ല, നാളെ ഡിസ്കസ് ചെയ്യാം. പോയി കിടന്നുറങ്ങടാ. ഓക്കെ. എന്താടാ? അമ്മ കാണാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒറ്റ വഴിയേ ഞാൻ കാണുന്നുള്ളൂ. അതീതാ, കേട്ടിട്ട് പോണം പ്ലീസ്. പറഞ്ഞു, വേറെ പണിയൊന്നുമില്ലാതല്ലേ? ഉറക്കവും പോയി. നിന്റെ ഉറക്കം എന്തായാലും പോയില്ലേ? നമുക്ക് എയർപോർട്ട് പോയാലോ? നിനക്കെന്താ ശരിക്കും പ്രാന്താണോ? ഞാൻ അവള് പോയാൽ നോക്കട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. ശരിക്കും? വല്ലാതെ സന്തോഷിക്കണ്ട, അവള് പോയാൽ നിന്നെ ഒരിടത്തും ഞാൻ കൊണ്ടാവാൻ പോണില്ല. നീ ഒന്ന് പോയി നോക്കണേ അവള് പോയിട്ടുണ്ടോന്ന്. അവളോ? അല്ല സോറി, ചേച്ചി പോയിട്ടുണ്ടോന്ന്. നോക്കട്ടെ. എന്തായി? എന്താവൻ? അവളെ കണ്ടു സംസാരിച്ചു, നിന്റെ ചെക്കനെയും കണ്ടു സംസാരിച്ചു. എന്റെ അക്കനോ? എന്റെ അക്കന അപ്പോൾ അവനായേ? അപ്പൊ നിന്റെ ചെക്കനല്ലേ? അല്ല, എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. ഓക്കെ, എന്നാ അവളുടെ അനിയനും ഉണ്ടായിരുന്നു. ഓക്കെ സെറ്റല്ലേ? ഇവളിപ്പം നേരത്തെ വിളിക്കണേ എന്താടി? എടി മോളേക്ക് നോക്ക്. നീ ഇതൊരു ഉണങ്ങിയില്ലേ പെണ്ണേ? ഉണങ്ങിയേ? അല്ല സോറി, ഉറങ്ങിയില്ലേ പെണ്ണേ? ഇല്ല, ഞങ്ങൾ കൂടി വരട്ടെ നിങ്ങളുടെ ഒപ്പം? എങ്ങോട്ട്? അല്ല നിങ്ങളെ കൊണ്ടുവിടാൻ എയർപോർട്ടിലോട്ട്. അതിനെന്താ നീ പോര്? അല്ല ഞാൻ മാത്രല്ല അപ്പുണ്ട്. അതിനിപ്പോ എന്താ കുഴപ്പം? പോര്. അല്ല അല്ലും സീനാക്കോ? സീനാക്കൂലായിരിക്കും. ചോദിച്ചോക്കട്ടെ. നീ ചോദിച്ചു നോക്ക്, എന്നിട്ട് പറ. ആൽവിനെ അവരും കൂടി വരട്ടെ എന്ന്. എങ്ങോട്ട്? എയർപോർട്ടിലോട്ട് നമ്മളെ കൊണ്ടുവിടാൻ. നമുക്ക് എയർപോർട്ടത്തെ വഴിയൊക്കെ അറിയില്ലേ, പിന്നെ എന്തിനാ അവരെ കൊണ്ടുവരാൻ നോക്കണേ? അതല്ലടാ, പോണ വഴിക്ക് ഞങ്ങൾക്കൊന്ന് സല്ലപിക്കാലോ. എന്നാ പോരാൻ പറ. അല്ല അവനും ഉണ്ടാവേ. ആര്?
നിന്റെ ചെക്കനല്ലാത്ത അവളുടെ അനിയൻ. ആ അതിനിപ്പോ എന്താ, പോരാൻ പറ. അപ്പൊ നിന്റെ ചെക്കനല്ലാത്ത അവളുടെ അനിയൻ പോരുന്നതിന് നിനക്കൊരു കുഴപ്പമില്ലാന്ന് അല്ലേ? ഡി നിനക്ക് സൊല്ലാൻ വേണേ അവൾ വിളിച്ചോ. ഇനിയും നീ ഇവിടെ കിടന്ന് ഷോ ഇറക്കുകയാണെങ്കിൽ അവള് വരുന്നും കൂടി ഇല്ലാതാ കുഞ്ഞ്. ആരാ അവിടെ ചോർക്കണേ? ഞാൻ എന്നാ അവളെ വിളിക്കാൻ പോട്ടെ? ആ ചെല്ലേ. ആ പോരടി, കുഴപ്പമൊന്നുമില്ല. ആൽവിൻ വരുന്നതിനൊരു കുഴപ്പമില്ല. ആ എന്നാക്കെ ഞാൻ അവനോട് പറയാം. അവനെ കൂട്ടി വേഗം വാ. ഇപ്പൊ തന്നെ 12:50 10 മിനിറ്റോടെ അങ്ങോട്ട് എത്തണ്ടേ. അതിന് ഞങ്ങൾ മാറ്റുന്നില്ല, ഞങ്ങൾ ഈ ഡ്രസ്സിൽ തന്നെ വരിക. മാരിയൊക്കെ പാൻറ് ഇട്ടോ. ആ ട്രൗസർ നിർത്തി എൻ്റെ പാടെ നിൽക്കണ്ട. പാൻറ്റിന്റെ കേസല്ലേ, പാൻറ്റൊക്കെ ഞാൻ ഇട്ടിക്കണ്. എന്നാ നിനക്ക് കൊള്ളാം. ഓ അപ്പോ അവിടെ പോവാ. ഈ അവിടെ നോക്കിക്കണ വാടി. ഇപ്പൊ ഞാനായി എന്താടി അവിടെ പൊലമ്പിക്കൊണ്ടിരിക്കണേ, വാടി വേം. അടാ വീട്ടിൻ്റെടാ. കടേടാ പോവാം. ആ കണ്ണാവേ വണ്ടി എടുക്ക്, ടൈം പോണു. അല്ല നീ എന്താ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നില്ലേ? ഇല്ല ഞാൻ ബാക്ക് സീറ്റിലാ. അതെന്താ പറ്റി? ഇങ്ങോട്ട് വരുമ്പോ ഫ്രണ്ട് സീറ്റിലായിരുന്നില്ലേ? ഒരു ചേഞ്ച് ആയിക്കോട്ടെ വിചാരിച്ചു. കണ്ടേട്ടാ നിങ്ങളെപ്പോഴാ തിരിച്ചു വരിക? കൂട്ടാ നമ്മളെന്താ തിരിച്ചു വിടാടാ? അതെനിക്കറിയില്ല, എനിക്ക് തോന്നുമ്പോഴാണ് തിരിച്ചു വരൂ. നിങ്ങൾക്ക് രണ്ടുപേർക്കും 4 ആഴ്ച കഴിഞ്ഞ് അങ്ങോട്ട് പോരാം. പിന്നെ എനിക്കിവിടെ വന്നിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചിലപ്പോൾ അവിടെ നിൽക്കണ്ടാവും. അതെന്താ ആൽവിന് ഇങ്ങോട്ട് വരുന്ന ഇഷ്ടമല്ലേ? കണ്ണാ വണ്ടി കുറച്ച് സ്പീഡിലോട്, 5 മിനിറ്റും കൂടി ഉള്ളൂ. 5 മിനിറ്റിനുള്ളിലേക്ക് അവിടെ എത്തും. എന്നാ മതി, ഫ്ലൈറ്റ് മിസ്സാവരുത്. നീ ആരോടേ പറയണേ? ഈ കണ്ണനോട്, റേസിംഗ് ചാമ്പ്യനായ എന്നോട്. അന്ന് നീ ജയിച്ചത് എങ്ങനെയാന്ന് എനിക്ക് ഇപ്പോഴും ഡൗട്ടാ. കുട്ടാ മതി, നീ ആയിട്ട് തുടങ്ങി വെച്ചല്ലേ. ആൽവിന് തായ്ലൻഡിൽ പോവാതിരുന്നൂടെ? കണ്ണാ നീ അവന്റെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കൊടുക്കുക. എനിക്ക് വല്ലാത്ത ക്ഷീണം, ഞാനൊന്ന് കിടക്കാൻ പോവാ. എടാ 5 മിനിറ്റും കൂടി ഉള്ളൂ, പ്ലെയിനിൽ കയറി കടന്നുറങ്ങാലോ. പിന്നെ ഇവന്റെ ക്വസ്റ്റ്യൻസിന് നിനക്ക് ആൻസർ കൊടുത്താൽ എന്താ? എന്നോട് ഇവിടെ ചിലർക്ക് മിണ്ടാൻ താല്പര്യമില്ല, കാരണം ഞാൻ ഗേ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ചിലർക്കൊക്കെ അത് ഉറപ്പാടാ. പിന്നെ ഞാൻ തന്നെ വെറുതെ ഏട്ടാ ഞാൻ അത് വിചാരിച്ചിട്ടല്ല. അത് നീ ഇവിടെ അല്ല അവിടെ പറയണം. ഓക്കെ എത്തി ഇറങ്ങ. കൂട്ടാ നീ ലഗേജ് ഒക്കെ എടുക്ക്, എന്നിട്ട് വേണത് പാർക്ക് ചെയ്യാൻ പോവാൻ. ആടാ അല്ലേട്ടാ, അപ്പൊ ഈ കാറ് നിങ്ങൾ വരുന്നവരെ ഇവിടെ കിടക്കുവോ? ഇല്ലടാ, ഞങ്ങൾ പോകുന്നതിന് മുന്നേ ക്ലാസ് വന്നിട്ടുണ്ടോ? ഓ അച്ചോടാ കടന്നുറങ്ങുന്ന നോക്ക്. എടി എടി എണീക്കടി, എയർപോർട്ട് എത്തി, പോണ്ടേ? എടാ കുറച്ചും കൂടി ഒന്ന് സ്വസ്ഥായിട്ട് വിടടാ പട്ടി. എന്നാ നീ ഇതിന്റെ ഉള്ളിൽ കടന്നോ, ഞങ്ങള് പോവാ. അതിന് എയർപോർട്ട് എത്തിയോ? പിന്നെ ഈ കാണുന്ന അമ്മായിമ്മന്റെ വീടൊന്നല്ല. അയ്യോ സോറി, ഇനിയിപ്പോ ആരും വിളിക്കും? ആ നിന്റെ വല്യച്ഛന്റെ വീടൊന്നല്ല. എന്താണ് ബ്രോ, മുടയാണോ? സ്വന്തം ഡാഡിനൊക്കെ വിളിക്കുന്നു. ഷോ അതെന്റെ അന്ന് എഴുന്നല്ലേ. ഇനിയിപ്പോ ആരും വിളിക്കും? കുട്ടൻ മതി, നിർത്തിക്കള, ഒക്കെ പൊളിഞ്ഞിരിക്കണം. നീ പോ, ഞങ്ങൾ വരാം. വരണം. ജസ്റ്റ് 2 മിനിറ്റ്, ഞങ്ങൾ ഇപ്പൊ വരാം. അല്ലേട്ടാ ശരിക്കും ഫ്ലൈറ്റ് എപ്പോഴാ? നിങ്ങൾ ഈ ചെക്കിംഗ് ഒക്കെ കഴിയുമ്പോൾ ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എടുക്കൂലേ? സ്വാഭാവികം എടുക്കും. ഇപ്പൊ എത്ര മണിക്കാ ഫ്ലൈറ്റ്? 2 മണി. 2 മണിക്കാണല്ലേ? എന്നാടാ എല്ലാരും എത്തി, നമുക്കെന്നാ കയറല്ലേ? ആൽവിന് ബൈ, ഗുഡ് ബൈ ഫോർ എവർ എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. പക്ഷെ നിനക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. വന്നാ നിന്റെ പരിസരത്തേക്ക് ഞാൻ വരില്ല. അത് നിനക്ക് എന്റെ വക ഗിഫ്റ്റ്. അപ്പൊ ഗുഡ് ബൈ ഫോർ എവർ. ഇനി എന്തായാലും നമ്മൾ കാണുന്ന വലിയ ഉറപ്പൊന്നുമില്ലല്ലോ. ആൽവിന് ടൈമായി, ഞാൻ പോട്ടെ. എന്താണ് നിന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്? അയ്യേ കരയല്ലേ, ഞാൻ 1 മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് വരത്തില്ലേ? ഇങ്ങനത്തെ ഒരു തൊട്ടാവാടിയാണ് എന്റെ ഗേൾഫ്രണ്ട്, ഞാൻ അറിഞ്ഞില്ല. പൊടിപ്പാട്ടി. ആ ഇപ്പൊ എനിക്ക് അരക്തമാണ്. അല്ല 1 മാസമായോ? 4 ആഴ്ച എന്ന് പറഞ്ഞിട്ട് 1 മാസത്തിൽ എത്ര ആഴ്ചയടി? 4. ആ പിന്നെ എന്തിനാ ആ ക്വസ്റ്റ്യൻ? നീ മറ്റേ പരസ്യക്കാരെ തവ കൊടുക്കല്ലേ? എന്തൊക്കെ ഒരു ത്രില്ലല്ലേ. ഓക്കെ ബേബി, ബൈ, പോയിട്ട് വരാട്ടോ. ഇനിയിപ്പോ വീട്ടിൽ ചെന്നാ കടലായിരിക്കുമല്ലേ? കടലോ? ആ കടലിട്ട്. അയ്യോടാ അത് കോമഡി ആയിരുന്നോ? അപ്പൊ കുറച്ചങ്ങ് നീങ്ങിരുന്നേ. എന്തിന്? ആ കോമഡിക്ക് പോവാൻ ഇച്ചിരി സ്ഥലം കൊടുക്ക്. ഞാൻ പോവാണെങ്കിൽ എന്നെ ഊക്കാൻ മറക്കരുത് കേട്ടോ. ഏയ് അത് ഞാൻ മറക്കൂല. അതിപ്പോ നീ ആയാലും നിന്റെ അപ്പനായാലും. ഡേ അപ്പനെ തൊട്ടുള്ള കളി വേണ്ടേ? ഓ സോറി, മോൾ അപ്പന്റെ മോളാണെന്ന് അറിഞ്ഞില്ല. ഇതൊക്കെ അറിഞ്ഞിരിക്കട്ടെ. നീ പിന്നെ എന്ത് നോക്കിക്കല? മതി പോവാൻ നോക്ക്. ആഹാ അപ്പൊ നിനക്കെന്നെ പറഞ്ഞു വിടാൻ തിരക്കായില്ലേ? ഹാ ഏറെക്കുറെ. പൊടി പട്ടി. താങ്ക് യു. എന്നാക്കേ ചാച്ച. ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാട്ടോ. ആടാ. അല്ല നിങ്ങൾ എങ്ങനെ തിരിച്ചു പോവാ? അത് സാറില്ല, ഞങ്ങൾ പൊക്കോണ്ട്. ഇല്ല ഗാർഡ്സ് എന്തെങ്കിലും കാർ എടുക്കാൻ വരില്ലേ? അവരോട് നിങ്ങളും കൂടി ഒന്ന് ആക്കി തരാൻ പറയാം. നിങ്ങളവിടെ വെയിറ്റ് ചെയ്തോട്ടോ. ആ ഓക്കേടാ. എന്താടാ നിന്റെ മുഖത്തൊരു വാട്ടം? ഒന്നുമില്ല. ഓരോന്ന് പറയുമ്പോ ആലോചിക്കണായിരുന്നു. ഏട്ടനും കൂടി ഇങ്ങനെ പറയല്ലേ ഏട്ടാ. അല്ല ഇനിയും മുതൽ എനിക്ക് കുപ്പിയിലാക്കാൻ പറ്റുമോ? അവന്റെ സിബ്ലിങ്സ് ആയതുകൊണ്ടാണ് ഞങ്ങളോട് ഈ ക്വസ്റ്റ്യൻ നീ ചോദിച്ചെങ്കിൽ
ഒരു കാര്യം ഞാൻ പറയാം, അവന്റെ ക്യാരക്ടർ എപ്പോഴാ എങ്ങനെയാ മാറാന്ന് അവനേ അറിയത്തുള്ളൂ. അതുകൊണ്ട് എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, ഇവളോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ എന്നാ ഓക്കെ, ടൈമായി, ഞങ്ങൾ കാട്ടോ. ബൈ. ആ ഓക്കെ ഏട്ടാ. അങ്ങനെ അവരും പോയി. ഇനി നമുക്ക് വീട്ടിൽ പോവല്ലേ? എടാ അവൻ പോയി, ഇനി ഇവിടെ നോക്കി നിന്നിട്ട് ഒരു കാര്യമില്ല. വാ അങ്ങോട്ട്, കാഴ്ച വന്നിട്ടുണ്ടാവും. എന്നാലും എന്നാ നീ ഇവിടെ നിന്നോ, ഞാൻ പോവാ. ചേച്ചി പോവല്ലേ, ഞാനുണ്ട്. ഞാൻ നടക്കാങ്ങട്ടെ. ചേച്ചി അവരെവിടെ എത്തിയിട്ടുണ്ടാവും? എടാ അവരവിടെ എത്താൻ 7 മണിക്കൂർ എടുക്കും. നീ എന്നാ അടങ്ങ്. അല്ല അവരിപ്പാടെ എത്തിട്ട് നിനക്കെന്തിനാ? അല്ല ആൽവിനെ വിളിച്ചു നോക്കാൻ. എടുത്ത തന്നെ ഇവിടെ നിന്നപ്പോ അവൻ നിന്റെ കോൾ എടുത്തില്ല, പിന്നല്ല അവിടുന്ന്. ചേച്ചി ഇങ്ങനെ പറയണോണ്ടാണ് ട്ടോ എന്റെ പകുതി കോൺസെൻട്രേഷൻ പോണേ. ആ നിന്റെ കോൺസെൻട്രേഷൻ അവൻ മയ്യക്ക് വന്ന് പറഞ്ഞപ്പോ മതി, നിർത്ത്. അതപ്പൊ പറഞ്ഞു പോയി, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പൊ എന്താ ചെയ്യാൻ പറ്റാ നോക്ക്. അതങ്ങനെ വിടാനും പറ്റൂല. നീ അപ്പൊ രസ് പറഞ്ഞെങ്കിൽ ഇപ്പൊ നിനക്ക് സുഖമായിട്ട് നിൽക്കാമല്ലോ. അപ്പൊ നോയും പറഞ്ഞിട്ട് അവൻ ഇവിടെ വന്ന് മോങ്ങ. എപ്പോഴാടി ഞാൻ മോങ്ങിയേ? നീ ഇപ്പൊ കരച്ചിന്റെ അറ്റാചെയ്യണമെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. കണ്ടുപിടിച്ചല്ലേ? ഞാൻ എപ്പോഴും പറയുന്ന ഡയലോഗാ, നീ എന്റെ അനിയന. അതുകൊണ്ട് വല്ലാതെ ഇങ്ങോട്ട് എന്റെ അടുത്ത് ഉള്ള നാടകം വേണ്ട. ഓക്കെ, നമുക്ക് ഹൗസിൽ പോകുന്നതിന് മുന്നേ ഗോഡൌണിൽ കയറണ്ടേ? ആ അപ്പൊ എന്നാ വണ്ടി നേരം അങ്ങോട്ട് ഇരിക്കല്ലേ? ആ അത് നല്ലത്. പിന്നെ ഞാൻ ആ ഗോഡൌണിലേക്കില്ല, വന്നപ്പോ തന്നെ ചോയ കാണാൻ വയ്യാഞ്ഞിട്ടാ. നിങ്ങൾ രണ്ടുപേരും പോയി ഫിനിഷ് ആക്കി വന്നാ മതി, ഞാൻ കാറിലുണ്ടാവും. ഓക്കെ, നിന്റെ ഇഷ്ടം. നിങ്ങളൊക്കെ ആരാ? എനിക്ക് എത്ര സമയം കൊണ്ട് ചോദിക്കുക, എന്തിനാ അവിടെ കെട്ടി വെച്ചേക്കുന്നേ? ആ കയ്യിലെ കെട്ടയക്കാൻ നോക്കണ്ട, നീ എത്ര ശ്രമിച്ചാലും അത് അയ്യാനും പോണില്ല. പിന്നെ ഇത്രയും നേരം കാഴ്ച നടുവില്ലെന്ന് നിനക്ക് ഞങ്ങൾ ആരായിരുന്നു ഡൗട്ടായിരിക്കും. പക്ഷെ നീ പേടിക്കണ്ട, പറഞ്ഞുതരാം. നിന്റെ ഭർത്താവ് നിന്നെ കൊല്ലാൻ ഏൽപ്പിച്ച ആൾക്കാരാണ് ഞങ്ങൾ. എന്റെ ഹസ്ബൻഡ്? അയാളെന്തിനാ എന്നെ കൊല്ലാൻ ഏൽപ്പിച്ച്? ഇല്ല, നിങ്ങൾ കള്ളം പറയാം. പിന്നെ എന്നെ കൊല്ലാൻ അവ സമ്മതിക്കില്ല, എനിക്ക് ഉറപ്പാ. മോനെ കണ്ണാ, ചെക്ക സീനാണല്ലോ. ഇവളോട് സ്നേഹം കാണിച്ചിട്ട് നമ്മളോട് ഇവിടെ കൊല്ലാനും പറഞ്ഞു. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് ഇവനെ മാത്രമേ കല്യാണം കഴിക്കാൻ കിട്ടിയുള്ളൂ? ലവ് മാരേജ് ആണെന്നൊക്കെ നിനക്കറിയാം. ഈ പ്രേമിക്കുമ്പോൾ ഇച്ചിരി ആണത്തുള്ളവന്മാരെ പ്രേമിക്കണം, അല്ലെങ്കിൽ ജീവിതം നിന്റെ മാതിരി ഗോവിന്ദ. പിന്നെ നിന്നെ അവൻ കൊല്ലാൻ പറഞ്ഞാൽ എന്തിനാണെന്നറിയോ? അവന് വേറൊരു അഫയർ ഉണ്ട്, അത് നിന്നെ പ്രേമിക്കുന്നതിനെക്കാട്ടിലും മുന്നേ തുടങ്ങിയതാണത്രേ. അതുകൊണ്ട് നീ അവൻ്റെ തലേതായതുകൊണ്ട് നിന്നെ കൊല്ലാൻ പറയും. നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര മാസമായി? 1 or 2? ഈ 2 മാസത്തിനിടയ്ക്ക് അവനൊരു കെട്ടിയൊരു കൈക്കുഞ്ഞുണ്ട്. ഇനി ആയുഷ്കാലം മുഴുവൻ അവളോടൊപ്പം ജീവിക്കാനാണ് നിന്റെ ഭർത്താവിൻ്റെ പ്ലാൻ. പിന്നെ അഡ്വാൻസ് നേരത്തെ വാങ്ങിച്ചുകൊണ്ട് നിന്നെ കൊല്ലാതിരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് പ്ലീസ് കോപ്പറേറ്റ് വിത്ത് മീ. നീ ഇപ്പോൾ സഹകരിച്ച് തരുവാണെങ്കിൽ ഒറ്റ ഷൂട്ടിന് അങ്ങ് പരലോകത്തേക്ക് അയച്ചേക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ കൈയും കാലും വേർതിരിച്ച് നിനക്ക് കാണേണ്ടി വരും. അതാണോ നല്ലത്, അതോ നിനക്ക് ഒറ്റ ഷൂട്ടിന് ഡിം എന്ന് പറഞ്ഞ് പോകുന്നതാണോ നല്ലത്? എന്തായാലും നീ ചാവാൻ പോവാ, അതെങ്ങനെ വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. ഒരു 5 മിനിറ്റ് സമയം തരാം, അതിനുള്ളിൽ തീരുമാനിച്ച് പറഞ്ഞാൽ മതി. തിരക്കൊന്നുമില്ല, ഐ എം വെയിറ്റിംഗ്. പെട്ടെന്ന് വേണം. അയ്യേ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നിന്നെ കൊന്നതിന്റെ ഫോട്ടോ അയച്ചു കൊടുത്താലേ ഞങ്ങൾക്ക് പൈസ കിട്ടൂ. പിന്നെ ഈ മാഫിയ പരിപാടി ഞാൻ ഇന്നൊന്നിലും തുടങ്ങിയതല്ല. അതുകൊണ്ട് ഈ കൊല്ലുന്ന പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കതിൽ ഭയങ്കര ഇൻട്രസ്റ്റുമാണ്. അതുകൊണ്ട് നിന്നെ വെറുതെ ഇവിടെ നിന്ന് നീ വിചാരിക്കണ്ട. 5 മിനിറ്റ് കഴിഞ്ഞില്ലേ? നീ ഇനി എങ്ങനെ വേണം? ഒറ്റ ബുള്ളറ്റിന് പോണോ അതോ കൈ വേറെ കാല് വേറെ? ഒറ്റ ബുള്ളറ്റ്. എന്തോ കേട്ടില്ല? ഒറ്റ ബുള്ളറ്റ് മതി. അങ്ങനെ വയ്ക്കുവാ.